നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. സൗഭാഗ്യ വർധനവ് ഈ നാളുകാർക്ക് വന്നു ചേരുന്നു. ഇവിടെ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നു. ഈ നാളുകാർ ഉള്ള വീടുകളിൽ മികച്ച നേട്ടങ്ങൾ വന്നു ചേരുന്നു. ഇവർക്ക് ഇനി തൊടുന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ മഹാഭാഗ്യം വരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. സൗഭാഗ്യ ദിനങ്ങൾ എണ്ണപ്പെടുന്ന ഇവരുടെ ജീവിതത്തിലേക്ക് ഒട്ടേറെ സൗഭാഗ്യം തേടിയെത്താൻ പോകുന്ന സമയമാണ് ഇവർക്ക് ലഭിക്കുന്നത്. ഇവർ ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാലും അതിലൊക്കെ മികച്ച വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്നു. ഇവർ എന്ത് മനസ്സിൽ ആഗ്രഹിക്കുന്നുവോ അതൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ജീവിതത്തിൽ നടപ്പിലാകുന്നു. സാമ്പത്തികവും സാമൂഹികപരവും കുടുംബപരമായും ബിസിനസ് പരമായും തൊഴിൽപരമായൊക്കെ ഇവർക്ക് ഒട്ടേറെ നേട്ടങ്ങൾ വന്നു ചേർന്നു. ഭാഗ്യം ഇവരെ കടാക്ഷിക്കുന്നു. ദൈവികമായ അനുഗ്രഹത്തോടുകൂടി ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. മികച്ച മുന്നേറ്റങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് തേടിയെത്തുന്നു. സാമ്പത്തിക മുന്നേറ്റം, ഉയർന്ന വരുമാനം ഇത്യാദി കാര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച അവസരങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം ലഭിക്കുന്നു. അതായത് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി, രോഗദുരിതങ്ങളൊക്കെ മാറി പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ രോഗാവസ്ഥ മാറി സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബജീവിതം നയിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നു. അതികഠിനമായ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഇവർ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അതിലൂടെ ജീവിതത്തിൽ ഒട്ടേറെ വിജയങ്ങൾ കൈമുതലായി വന്നു ചേരുന്ന ഒരു സമയമാണ്. സാമ്പത്തിക നിലയിലൊക്കെ വലിയ മാറ്റങ്ങൾ ഇവർക്ക് കാണാൻ സാധിക്കുന്നു. ഭരണി നക്ഷത്രക്കാർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് മോദകം വഴിപാട് സമർപ്പിക്കുക. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഗണപതി ക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളുമൊക്കെ ഒന്നുചേരാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കും. മികച്ച നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ ഇവർക്ക് വന്നുചേരും. സാമ്പത്തിക മുന്നേറ്റവും ഉയർന്ന വരുമാനമൊക്കെ ഇവർക്ക് വന്നുചേരും. തൊഴിൽപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം ഇവർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്കും ആരോഗ്യപരമായിട്ടുള്ള സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. മികച്ച മുന്നേറ്റങ്ങൾ ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നു. തൊഴിൽപരമായിട്ടുണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഇവർക്ക് മോചനം ലഭിക്കുന്നു. അതിലൂടെ മികച്ച അവസരങ്ങൾ, മികച്ച നേട്ടങ്ങൾ, ഉയർന്ന വരുമാനമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും. ഈ നക്ഷത്രക്കാരുടെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം ആ കുടുംബത്തിലുള്ള ആളുകൾ, വീട്ടുകാർ ഒക്കെ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ തെളിഞ്ഞ് കിട്ടുന്നു. മികച്ച അവസരങ്ങൾ, മികച്ച മുന്നേറ്റങ്ങൾ, ഉയർന്ന വരുമാനം ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭ്യമാകുന്ന ഒരു സമയം കൂടിയാണ്. ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മികച്ച അവസരങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭ്യമാകുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത്. ഉയർച്ചയുടെ പടവുകൾ ഇവർ കുതിച്ചു കയറും. മികച്ച നേട്ടങ്ങളുണ്ടാകും. ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ ഒന്നിച്ചേരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും മികച്ച നേട്ടങ്ങൾ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒട്ടേറെ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു. കടബാധ്യത, സാമ്പത്തിക ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ, ഉന്നതികളൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ തെളിഞ്ഞ് കിട്ടുന്ന ഒരു സമയമാണ്. മികച്ച അവസരങ്ങളും മികച്ച മുന്നേറ്റങ്ങളും ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ്. സർവ്വവിധത്തിലുള്ള സർവൈശ്വര്യങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയമാണ്. പണം ഇവരെ തേടിയെത്തും. എല്ലാവിധത്തിലുള്ള അനുകൂലമായ സമയം കൊണ്ട് ഈ നക്ഷത്രക്കാർ കുതിച്ചുയരാൻ പോകുന്ന ഒരു സമയമാണ്.
ജീവിതത്തിലെ പലവിധ പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിച്ചുകൊണ്ട് ഇവർ കുതിച്ചുയരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത്. മഹത്തായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സൗഭാഗ്യ വർധനവ് തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇവർ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ പലവിധ പ്രശ്നങ്ങൾക്കും ദുഃഖ ദുരിതങ്ങൾക്കുമുള്ള ഫലസിദ്ധി ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് വന്നുചേരും. അടുത്ത നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള ക്ലേശകരമായിട്ടുള്ള അവസ്ഥകൾ, തൊഴിൽ തടസ്സങ്ങൾ, സാമ്പത്തിക ഞെരുക്കം ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അനുകൂലമായ സമയത്തിലൂടെ കടന്നു വരുന്ന ഈ നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിൽ വെള്ളിവിളിച്ചം പോലെ നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ വന്നുചേരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുകയും മികച്ച അവസരങ്ങൾ ഇവരെ തേടിയെത്തുകയും ചെയ്യും. മികച്ച മുന്നേറ്റത്തിലൂടെ ഉയർന്ന വരുമാനത്തിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചുയരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്നു. ഐശ്വര്യസമ്പൂർണമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒട്ടേറെ സാമ്പത്തിക ഭദ്രത വന്നുചേരാൻ സാധിക്കുന്ന ഒരു സമയമുണ്ടാകുന്നു. ഇവർക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിനുള്ള അവസരം, വിദേശത്ത് അനുകൂലമായ സാഹചര്യങ്ങൾ ഇവർക്ക് വന്നുചേരും. ജോലിയിൽ ഉയർച്ച വന്നുചേരും. പ്രൊമോഷനോടുകൂടിയുള്ള ട്രാൻസ്ഫർ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്ന ഒരു സമയമാണ്. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭ്യമാകുന്ന ഒരു സമയമാണ്. സാമ്പത്തിക അനിശ്ചിതാവസ്ഥകൾ, പ്രശ്നങ്ങളൊക്കെ മറികടക്കാൻ ഇവർക്ക് സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രക്കാർക്ക് സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള സാഹചര്യങ്ങൾ, സന്തോഷ ദിനങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി ഐശ്വര്യവും സമൃദ്ധിയും സൗഭാഗ്യമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാർക്ക് ലഭ്യമാകുന്ന സാഹചര്യങ്ങൾ, മികച്ച അവസരങ്ങൾ, മികച്ച ഉയർച്ചകൾ ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉയർച്ചകളും മുന്നേറ്റങ്ങളും കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് വലിയ മുന്നേറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ കാഴ്ചവെക്കാൻ സാധിക്കുന്നു. രോഗദുരിതങ്ങൾ, സാമ്പത്തിക അസ്ഥിരത ഇതൊക്കെ മാറുന്നു. ജോലിയിൽ സ്ഥിരത ലഭിക്കുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയം ഉണ്ടാകുന്നു. ദാമ്പത്യ സൗഖ്യമൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഇവർക്ക് ലഭ്യമാകുന്നു. ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിന് ഏറ്റവും അനുകൂലമായ ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഒരു ലോട്ടറി എടുത്താൽ പോലും അവരുടെ ജീവിതത്തിൽ ലോട്ടറി അടിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഭാഗ്യം. അതുകൊണ്ട് എടുക്കുന്ന എല്ലാവർക്കും ലോട്ടറി അടിക്കണമെന്നില്ല. പക്ഷെ ഭാഗ്യം നിങ്ങളുടെ കൂടെയുണ്ട്. സമ്മാനം, സന്തോഷ വാർത്തകൾ ഇത്യാദി കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ഒരുവിധ പ്രശ്നങ്ങളും ഇവരെ അലട്ടുകയില്ല. ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകുന്നു. പരിശ്രമത്തിലൂടെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന, ജീവിതത്തിൽ ഒട്ടേറെ മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ദോഷ ദുരിതങ്ങളൊക്കെ മാറി ഐശ്വര്യസമ്പൂർണമായ ജീവിതം നയിക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറുന്നു. ഐശ്വര്യവും സൗഭാഗ്യവും നേട്ടവും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. മഹാഭാഗ്യം, മഹാഐശ്വര്യം, സമൃദ്ധി ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്കും മഹാഭാഗ്യമുണ്ട്. കഠിനാധ്വാനത്തിന്റെ ഫലമായി ഇവരുടെ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും മുന്നേറ്റങ്ങളും കാഴ്ചവെക്കാൻ സാധിക്കുന്നു. ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ ഇവർക്ക് അനുകൂലമായി വന്നു ചേരുന്ന ഒരു സമയമാണ്. സാമ്പത്തിക മുന്നേറ്റത്തിലൂടെ ഉയർന്ന വരുമാനമൊക്കെ വന്നു ചേരുന്നതിനും സമ്പാദ്യം വർദ്ധിക്കുന്നതിനും പണലഭ്യത ഉറപ്പെടുത്താൻ സാധിക്കുന്നതിനും സാധിക്കുന്ന സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു. ഒട്ടേറെ സാധ്യതകൾ ഇവരുടെ മുന്നിൽ വന്നു ചേരുന്നു. അനുകൂലമായ ഒട്ടനവധി അവസരങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നത്. സാമ്പത്തിക വിജയം ഇവർക്ക് ലഭ്യമാകുന്നു. ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അതിലൊക്കെ മഹാവിജയം തന്നെ വന്നു ചേരുകയും ജീവിതത്തിൽ നഷ്ടങ്ങൾ ഇല്ലാതെ ലാഭവിഹിതം വർദ്ധിക്കുന്നതിനും ലാഭത്തോടുകൂടി പുതിയൊരു സംരംഭങ്ങൾ തുടങ്ങുന്നതിനും ബിസിനസ് സംബന്ധമായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് മികച്ച ലാഭം വർദ്ധിക്കുന്ന സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സമ്പന്ന പദവി തന്നെയാണ് ഇവർക്കുണ്ടാകുന്നത്. സമ്പന്നയോഗം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ, രാജയോഗ തുല്യമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ തെളിഞ്ഞു കത്തുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം ഉത്തരം നക്ഷത്രമാണ്. ഉത്തരം നക്ഷത്രക്കാർക്കും മഹാഭാഗ്യമുണ്ട്.
ഭാഗ്യത്തിന്റെ നിർവ്വഹണമാകുന്ന ഒട്ടനവധി അവസരങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയമാണ്. സാമ്പത്തിക പരാജയത്തിൽ നിന്നും കടബാധ്യതയിൽ നിന്നും ദുഃഖ ദുരിതങ്ങളിൽ നിന്നും ഈ നക്ഷത്രക്കാർ രക്ഷപ്പെടുന്നു. ഈ ഒരു ദുഃഖ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനം അവരുടെ ജീവിതത്തിൽ എന്നേക്കുമായി രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ തെളിഞ്ഞു കത്തുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നു, ഉയർച്ചകൾ വന്നു ചേരുന്നു, സാമ്പത്തിക വിജയം തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.